KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും ഓൺലൈൻ റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. വിശുദ്ധ കഅബ കഴുകൽ ചടങ്ങ് പൂർത്തിയായി. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സയ്യിദ് യൂസുഫുൽ ബുഖാരി വൈലത്തൂർ പങ്കെടുത്തു. വൈലത്തൂർ തങ്ങൾക്ക് നാളെ ജിദ്ദയിൽ KMICയുടെ ആദരം. പണ്ഡിത ദർസിന്റെ 7ാം വാർഷികം ചരിത്ര ഗവേഷണ യാത്ര നാളെ തുടങ്ങും. നാദാപുരം മുടവന്തേരിയിൽ സുന്നി പ്രവർത്തകർക്ക് നേരെ വീണ്ടും ആക്രമണം. ഉത്തർപ്രദേശിൽ കൗമാരക്കാരായ സഹോദരിമാരെ കൂട്ടബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കിക്കൊന്നു. വിവാദങ്ങൾ ഒഴിവാക്കാൻ മന്ത്രിമാർക്ക് മോദിയുടെ നിർദ്ദേശങ്ങൾ. നയങ്ങളിൽ ഉറച്ചുനിൽക്കും, ബ്യൂറോക്രസിയെ ശക്തിപ്പെടുത്തും മോദി. ടീം മോഡി താക്കോൽ പദവികളിൽ അമേരിക്കൻ പക്ഷാരോപിതരും ഗുജറാത്ത് സർക്കാരിന്റെ ഇഷ്ടക്കാരും. തന്നെ വിലയിരുത്തേണ്ടത് വിദ്യാഭ്യാസത്തിന്റെ പേരിലല്ല, പ്രവൃത്തിയുടെ പേരിലാണെന്ന് സ്മൃതി ഇറാനി. ബ്ലേഡ് കമ്പനികളിൽ നിന്നും വായ്പയെടുത്തവർക്ക് ബാങ്ക് വായ്പാ പദ്ധതി പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. സർക്കാരിനെ വിവാദങ്ങളിൽ നിന്നും ഒഴിവാക്കാൻ തന്റെ കീഴിലെ മന്ത്രിമാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാർഗനിർദ്ദേശങ്ങൾ നൽകി. പേഴ്സണൽ സ്റ്റാഫിൽ ബന്ധുക്കളെ നിയമിക്കരുതെന്നാണ് മോദി മുന്നോട്ടുവച്ച പ്രധാന നിർദ്ദേശം. മാധ്യമങ്ങളെ അഭിസംബോധനം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. മന്ത്രിമാർ അവരവരുടെ വകുപ്പുകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ മാത്രം അഭിപ്രായം പറഞ്ഞാൽ മതിയെന്നും മോദി നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തെ അഭിസംബോധനം ചെയ്തേക്കും. സർക്കാർ ആദ്യ പരിഗണന നൽകേണ്ട 10 കാര്യങ്ങൾ ഇത് പ്രഖ്യാപിച്ചു. സംസ്ഥാനങ്ങൾ ഉയർത്തുന്ന പ്രശ്നങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകണമെന്ന് മോദി പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. നയങ്ങളിൽ വൈരുദ്ധ്യമുണ്ടാകാതെ ശ്രദ്ധിക്കുവാനും ബ്യൂറോക്രസിയെ ശക്തിപ്പെടുത്താനുമുള്ള കാര്യങ്ങൾക്ക് മുൻഗണന നൽകാൻ മോഡി മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകി. ക്യാബിനറ്റ് യോഗത്തിലാണ് താൻ ഏറ്റവും പരിഗണന നൽകുന്ന കാര്യങ്ങൾ മോഡി പ്രഖ്യാപിച്ചത്. സാമ്പത്തിക വളർച്ചയുടെ തടസ്സങ്ങൾ നീക്കുക, നാണ്യപ്പെരുപ്പം നിയന്ത്രിക്കുക, വിദ്യാഭ്യാസം, ഊർജ്ജം, ജലം എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകുക, അടിസ്ഥാന വികസന മേഖലയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരിക, ജനങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഭരണം നടപ്പിലാക്കുക, നയപരിപാടികൾ സമയബന്ധിതമായി നടപ്പിൽ വരുത്തുക, സർക്കാർ ദർഗാസുകളിൽ ലേലം വഴിയാക്കുക, വകുപ്പുകൾ തമ്മിൽ ഏകോപനം സാധ്യമാക്കുക, ബ്യൂറോക്രസിക്ക് ആത്മവിശ്വാസമുണ്ടാക്കുക, ബ്യൂറോക്രസിക്ക് കരുത്തും സ്വാതന്ത്ര്യവും നൽകുക തുടങ്ങിയ കാര്യങ്ങളാണ് മോഡി പ്രഖ്യാപിച്ചത്. 15ാം ലോക്സഭയുടെ താക്കോൽ പദവികളിൽ നിശ്ചയിച്ചിരിക്കുന്നത് അമേരിക്കൻ പക്ഷാരോപിതരും ഗുജറാത്ത് സർക്കാരിന്റെ ഇഷ്ടക്കാരും. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ അമേരിക്കൻ നയങ്ങൾ രാജ്യത്ത് നടപ്പാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ന്യൂപേന്ദ്ര മിശ്രയാണ്. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട നയങ്ങൾ തീരുമാനിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും സർക്കാരിന്റെ നിയമപരമായ നയങ്ങൾ തീരുമാനിക്കുന്നതിനും നടപ്പാക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്ന അറ്റോർണി ജനറൽ, സോളിസിറ്റർ ജനറൽ, അഡീഷണൽ സോളിസിറ്റർ ജനറൽ എന്നീ സ്ഥാനങ്ങളിലുള്ളവർ ഗുജറാത്ത് സർക്കാരിന്റെ ഇഷ്ടക്കാരുമാണ്. സ്വതന്ത്ര ഭാരതത്തിന്റെ 15ാമത് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയ്ക്ക് സവിശേഷതകൾ ഏറെ. മുസഫർനഗർ കലാപത്തിലെ പ്രതി മുതൽ പൊതുജനം പുറന്തള്ളിയവർ വരെയുണ്ട് മോഡി മന്ത്രിസഭയിൽ. കൃഷി, ഭക്ഷ്യ സംസ്കരണം, വ്യവസായം എന്നിവയുടെ സഹമന്ത്രി 41-കാരനായ സഞ്ജീവ് കുമാർ ബല്യാൺ മുസഫർനഗർ കലാപത്തിലെ പ്രധാന പ്രതിയാണ്. ജനവിധി എതിരായി ജനം പുറംതള്ളിയ 2 പേരാണ് മോഡിയുടെ മന്ത്രിസഭയിലെ പ്രധാന ചില വകുപ്പുകൾ കൈകാര്യം ചെയ്യുക. രാജ്യത്തിന്റെ പ്രതിരോധം, ധനകാര്യം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിസഭയിലെ 3ാമൻ കൂടിയായ അരുൺ ജെയ്റ്റ്ലിയെ പഞ്ചാബിലെ അമൃത്സർ മണ്ഡലത്തിലെ ജനങ്ങൾ 1 ലക്ഷത്തോളം വോട്ടിനാണ് പരാജയപ്പെടുത്തിയത്. കോൺഗ്രസിലെ ക്യാപ്റ്റൻ അമീന്ദർ സിംഗാണ് ഇവിടെ വിജയിച്ചത്. വോട്ടർമാർ വേണ്ടെന്നുവെച്ച മറ്റൊരാൾ ഉത്തർപ്രദേശിലെ അമേത്തയിൽ രാഹുൽ ഗാന്ധിയോട് പരാജയപ്പെട്ട സ്മൃതി ഇറാനിയാണ്. സ്മൃതി 1 ലക്ഷത്തോളം വോട്ടിന്റെ വ്യത്യാസത്തിനാണ് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുലിനോട് പരാജയപ്പെട്ടത്. വിദ്യാഭ്യാസ യോഗ്യതയുടെ പേരിലല്ല, പ്രവർത്തന മികവ് നോക്കിയാണ് തന്നെ വിലയിരുത്തേണ്ടതെന്ന് കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി സ്മൃതി ഇറാനി. പാർട്ടിയാണ് തന്നെ തിരഞ്ഞെടുത്തത്, മന്ത്രിയായുള്ള പ്രവർത്തികളുടെ പേരിൽ വിലയിരുത്തണമെന്നും സ്മൃതി ഇറാനി മാധ്യമങ്ങളോട് പറഞ്ഞു. ബിരുദം പോലുമില്ലാത്ത സ്മൃതി ഇറാനി എങ്ങനെ വകുപ്പ് കൈകാര്യം ചെയ്യും എന്നായിരുന്നു AICC ജനറൽ സെക്രട്ടറി അജയ് മാക്കന്റെ പരിഹാസം. ഇത് പിന്നീട് ചർച്ചാ വിഷയമാവുകയായിരുന്നു. മാക്കന്റെ പരാമർശത്തിന് മറുപടിയായി സോണിയാഗാന്ധിയുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് കോൺഗ്രസ് വ്യക്തമാക്കണമെന്ന് കേന്ദ്രമന്ത്രി ഉമാഭാരതിയും പ്രതികരിച്ചിരുന്നു.
ബ്ലേഡ് കമ്പനികളിൽ നിന്നും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയെടുത്ത് കടക്കെണിയിലായവർക്ക് സംസ്ഥാന സർക്കാർ പുതിയ വായ്പാ പദ്ധതി പ്രഖ്യാപിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് വായ്പാ പദ്ധതി പ്രഖ്യാപിച്ചത്. കടക്കെണിയിലായവർ ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭിക്കുന്നതിനായി വരുമാന സ്രോതസ്സും കടബാധ്യതയും തെളിയിക്കുന്ന രേഖകൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സാക്ഷ്യപ്പെടുത്തി സമർപ്പിക്കണം. ബ്ലേഡ് കമ്പനികളിൽ നിന്നും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയെടുത്തവർക്ക് ബാങ്കുകളിൽ നിന്ന് 50,000 രൂപ വരെ വായ്പ ലഭിക്കും. ഈ തുക 1 ലക്ഷം രൂപയായി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് ബാങ്ക് ചെയർമാൻമാർക്ക് കത്തെഴുതുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. റിസർവ് ബാങ്കിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത വൻകിട ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾക്കെതിരെയും നടപടിയെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും റിസർവ് ബാങ്ക് നിർദ്ദേശിക്കുന്ന ഫെയർ പ്രാക്ടീസ് കോഡ് നടപ്പിലാക്കാൻ ചില വൻകിട ബാങ്കിതര സ്ഥാപനങ്ങൾ തയ്യാറായിട്ടില്ല. നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ അവർക്കെതിരെയും നടപടിയുണ്ടാകും. നിയമവിധേയമായി മുന്നോട്ടു പോയില്ലെങ്കിൽ ബ്ലേഡ് കമ്പനികളെപ്പോലെ പ്രവർത്തിക്കുന്ന മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾക്കെതിരെയും നടപടിയുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. മലേഷ്യയുടെ എയർ ഏഷ്യയും ഇന്ത്യയിലെ ടാറ്റ ഗ്രൂപ്പും ചേർന്നുള്ള എയർ ഏഷ്യ ഇന്ത്യ ജൂൺ 12 മുതൽ സർവീസ് ആരംഭിക്കുമെന്ന് കമ്പനി ചീഫ് എക്സിക്യൂട്ടീവ് ടോണി ഫെർണാണ്ടസ് അറിയിച്ചു. നാളെ മുതൽ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കും. ഈ മാസമാണ് എയർ ഏഷ്യക്ക് ഇന്ത്യയിൽ സർവീസ് ആരംഭിക്കാനുള്ള അനുമതി ലഭിച്ചത്. ഇന്ത്യയിൽ നിന്ന് 2 വിമാനങ്ങളുണ്ടാകുമെന്നും കമ്പനി അറിയിച്ചു. ഏഷ്യയിലെ തന്നെ ഏറ്റവും ചെലവ് കുറഞ്ഞ സർവീസാണ് എയർ ഏഷ്യയുടേത്. അതിനാൽ ആഭ്യന്തര വിമാന സർവീസുകൾ തമ്മിൽ മത്സരം ശക്തമാകാനിടയുണ്ട്. റിയാദിൽ വർക്ക്ഷോപ്പ് ജീവനക്കാരനായ മലയാളി യുവാവ് അടിയേറ്റ് മരിച്ചു. മണ്ണാർക്കാട് വായമ്പുറം സ്വദേശി ലക്കിടി അജീബാണ് മരിച്ചത്. 33 വയസ്സായിരുന്നു. വർക്ക്ഷോപ്പിന് സമീപമുള്ള സ്ഥാപനത്തിലെ ജോലിക്കാരനായ ആഫ്രിക്കൻ സ്വദേശിയുടെ അടിയേറ്റാണ് മരണം. ഇന്നലെ രാത്രി 9 സംഭവം. റിയാദ് സുവൈദി ഷുബ്രയിലെ വാഹന സർവീസ് സ്റ്റേഷനിൽ ജീവനക്കാരനാണ് അജീബ്. പ്രതിയായ സുഡാൻ പൗരനെ സൗദി പോലീസ് കസ്റ്റഡിയിലെടുത്തു. 3 വർഷമായി റിയാദിലുള്ള അജീബ് 10 മാസം മുമ്പാണ് നാട്ടിൽ പോയി വന്നത്. കുഞ്ഞാപ്പു മറിയക്കുട്ടി ദമ്പതികളുടെ മകനാണ്. ഭാര്യയും 2 ആൺമക്കളുമുണ്ട്. ഉത്തർപ്രദേശിലെ കത്ര ഗ്രാമത്തിൽ കൌമാരക്കാരായ 2 സഹോദരിമാരെ കൂട്ടബലാത്സംഗം ചെയ്ത ശേഷം മരത്തിൽ കെട്ടിത്തൂക്കിക്കൊന്നു. ഇന്നലെയാണ് അത്യന്തം പൈശാചികമായ സംഭവമെന്ന് പോലീസ് പറഞ്ഞു. സഹോദരപുത്രിമാരായ ഇവരെ ചൊവ്വാഴ്ച രാത്രി വീട്ടിൽ നിന്നും കാണാതായിരുന്നു. കാണാതായ സഹോദരിമാർക്കായി നാട്ടുകാരും ബന്ധുക്കളും തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് രാവിലെ ഉഷായത്ത് പ്രദേശത്ത് മാവിൻ കൊമ്പിൽ തൂങ്ങിയ നിലയിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. 14ഉം 15ഉം വയസ്സ് പ്രായമുള്ളവരാണ് കുട്ടികൾ. ഈ സംഭവത്തിൽ ഒരു പോലീസുകാരനും മറ്റ് 4 പേരും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയുന്നത്. കൂട്ടബലാത്സംഗത്തിന് ശേഷം പെൺകുട്ടികളെ മരത്തിൽ കെട്ടിത്തൂക്കുകയായിരുന്നുവെന്നാണ് ഗ്രാമീണർ ആരോപിക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം സർവേഷ് യാദവ് എന്ന പോലീസ് കോൺസ്റ്റബിളിനെ കാണാതായിട്ടുണ്ടെന്ന് സിറ്റി പോലീസ് സൂപ്രണ്ട് മാൻസിംഗ് ചൌഹാൻ പറഞ്ഞു. സംഭവം സംബന്ധിച്ച് പരാതി ലഭിച്ചിട്ടും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പോലീസ് വിസമ്മതിച്ചതായി ഗ്രാമീണർ കുറ്റപ്പെടുത്തുന്നു. പെൺകുട്ടികൾ ബലാത്സംഗത്തിനിരയായിട്ടുണ്ടോ എന്ന കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ സ്ഥിരീകരിക്കാനാവുമെന്ന് പോലീസ് പറഞ്ഞു. സംഭവ ദിവസം പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുഴുവൻ പോലീസുകാരെയും സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഗ്രാമീണർ ഉഷായത്ത് ലിലാവൻ റോഡ് ഉപരോധിച്ചു. ഗ്രാമത്തിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ടെങ്കിലും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചുരികയാണി വായന. നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന. സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരിക. ധർമ്മസാക്ഷികൾക്കു കർമ്മബോധമേകും തൂലിക. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചുരികയാണി വായന. നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന. സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരിക. ധർമ്മസാക്ഷികൾക്കു കർമ്മബോധമേകും തൂലിക. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. വിശുദ്ധ ദിനത്തിൽ വിശുദ്ധ കഅബ കഴുകൽ ചടങ്ങ് ഇന്ന് നടന്നു. സൗദി ഭരണാധികാരി അബ്ദുള്ള രാജാവിന് വേണ്ടി മക്ക ഗവർണർ അമീർ മിഷ്അൽ ബിൻ അബ്ദുള്ള ചടങ്ങിന് മേൽനോട്ടം വഹിച്ചു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം ചെയർമാനും മർക്കസ് വൈസ് പ്രസിഡന്റുമായ സയ്യിദ് യൂസുഫുൽ ബുഹാരി വൈലത്തൂർ കഅബ കഴുകൽ ചടങ്ങിൽ പങ്കെടുത്തു.
സൗദി മതകാര്യ വകുപ്പിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് സയ്യിദ് യൂസുഫുൽ ബുഖാരി വൈലത്തൂർ കഅബ കഴുകൽ ചടങ്ങിൽ പങ്കെടുത്തത്. ഇരുഹറം കാര്യാലയ മേധാവി ഡോക്ടർ അബ്ദുറഹ്മാൻ അൽ സുദൈസ്, മസ്ജിദുൽ ഹറം കാര്യാലയ ഉപമേധാവി ഡോക്ടർ മുഹമ്മദ് നാസിർ ഖുസൈം, കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരൻ, അമീറുമാർ, മന്ത്രിമാർ, പണ്ഡിതന്മാർ, വിവിധ രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മേൽത്തരം ഊതും പനിനീർ വെള്ളവും കലർത്തിയ സംസം ഉപയോഗിച്ചാണ് കഅബയുടെ അകവും ചുവരുകളും കഴുകിയത്. വർഷത്തിൽ 2 പ്രാവശ്യമാണ് കഅബ കഴുകൽ ചടങ്ങ് നടക്കുന്നത്. ശഅബാൻ 1, മുഹറം 15 എന്നീ 2 മഹത്തായ ദിവസങ്ങളിൽ. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇത് 2ാം തവണയാണ് സയ്യിദ് യൂസുഫുൽ ബുഖാരി വൈലത്തൂർ കഅബ കഴുകൽ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. കഅബക്കുള്ളിൽ പ്രവേശിക്കുക എന്നത് ജീവിത സൗഭാഗ്യങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ സൗഭാഗ്യമാണെന്ന് സയ്യിദ് യൂസുഫുൽ ബുഖാരി ചടങ്ങിന് ശേഷം KMIC ന്യൂസിനോട് പറഞ്ഞു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം ചെയർമാൻ സയ്യിദ് യൂസുഫുൽ ബുഖാരി വൈലത്തൂർ തങ്ങൾക്ക് ജിദ്ദയിൽ KMICയുടെ ആദരം. മർക്കസ് വില്ലയിൽ നാളെ രാത്രി 9 മണിക്ക് നടക്കുന്ന സ്വലാത്ത് മജ്ലിസിൽ KMIC ജിദ്ദ സോൺ പ്രവർത്തകർ സയ്യിദ് യൂസുഫുൽ ബുഖാരി വൈലത്തൂർ തങ്ങളെ ആദരിക്കും. ജിദ്ദ സോണിലെ മുഴുവൻ പ്രവർത്തകരും പങ്കെടുക്കണമെന്ന് KMIC ജിദ്ദ സോൺ സെക്രട്ടറി അലി AR നഗർ അറിയിച്ചു. സയ്യിദ് യൂസുഫുൽ ബുഖാരി വൈലത്തൂർ മക്കയിൽ നിന്നും KMIC ന്യൂസിനോടൊപ്പം ചേരുന്നു. ഭക്ഷണം കഴിച്ച് നേരം പുല്ലവരോളം സിയാറത്തിലും മമ്പറവും സീമുരിയുള്ളാൻ്റെയും കോയപ്പാപ്പാൻ്റെയും അങ്ങനെയുള്ള പുണ്യ മക്കാമുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ പൊരുത്തവും ആയി നമ്മൾ പ്രവർത്തിച്ചു പോരലാണ് ആ ദിനം ആസ്വദിക്കൽ. അങ്ങനെയാണ്. അങ്ങനെ നമ്മളുടെ ഉദ്ദേശ ലക്ഷ്യവും പരലോക നന്മക്കും അത് കണ്ടെത്തുകയും ചെയ്യുന്നു. ഈ പ്രാവശ്യം അതിൻ്റെ അസിൽ സാഹിബുൽ മിഹ്റാജ്, മുത്തുനബിയുടെ പേര് സാഹിബുൽ മിഹ്റാജ് എന്നുള്ള നാമം അപരനാമമുള്ള ആ മിഹ്റാജിൻ്റെ എല്ലാമായ ചരിത്ര സംഭവത്തിൻ്റെ മുത്തുനബിയുടെ സന്നിധാനത്തിൽ തന്നെ ഞങ്ങൾക്ക് എത്താൻ അവസരം കിട്ടുകയും ഞങ്ങളത് വേണ്ടുവോളം അവിടുത്തെ പ്രശംസകൾ, അവരുടെ ഗുണമേന്മകളും മറ്റും ഞങ്ങൾ പറഞ്ഞ് ആസ്വദിക്കുകയും തമ്മിൽ മഹാരഥന്മാരുടെ അവരിൽ നിന്നിട്ട് നേടിയെടുത്ത മഹാരഥന്മാരായ മഹത്തുക്കളുടെ ചരിത്രങ്ങളും ഞങ്ങളിതിൻ്റെ കൂടെ സ്മരിപ്പിക്കുകയുണ്ടായി. എന്നാൽ മലബാർ സുന്നി ഓൺലൈൻ്റെ സ്വാഗതാർഹമായ പ്രവർത്തനം അഹ്ലുസുന്നത്തുൽ ജമാഅത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ടും അതിൻ്റെ നേതൃത്വങ്ങളെ സമൂഹത്തിന് അവർ മനസ്സിലാക്കി കൊടുത്ത് ദീനിൻ്റെ നേതൃത്വം എന്നതാണെന്ന് തെറ്റായ വിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രൂപത്തിൽ ഇതാണ് സത്യത്തിൻ്റെ വക്താക്കൾ എന്ന് അടിസ്ഥാനപരമായി സുന്നത്ത് ജമാഅത്തിൻ്റെ സാക്ഷാൽ നേതൃത്വം എന്നതാണെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ വലിയൊരു പങ്ക് ഈ സുന്നി ഓൺലൈനുണ്ട്. പൂർവ്വകാലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മഹലിൽ നിന്ന് മറ്റൊരു മഹലിലേക്ക് പ്രവർത്തനം നീങ്ങാനുള്ള സംവിധാനങ്ങൾ ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് ഏതാനും വാർത്താമാധ്യമങ്ങളും മറ്റൊക്കെ ഉപയോഗിച്ചിട്ട് കുറച്ചും കൂടിയൊക്കെ ജില്ലകളും ഒക്കെ വാർത്തകൾ ഒരു ജില്ലേനെ അടിസ്ഥാനമാക്കിയിട്ട് സ്റ്റേറ്റിനെ അടിസ്ഥാനമാക്കിയൊക്കെ വാർത്തകൾ പോകുന്നുണ്ടെങ്കിലും മലബാർ സുന്നി ഓൺലൈൻ അതിൻ്റെ പ്രവർത്തന ലോകം ഒട്ടക്കും അതിൻ്റെ പ്രവർത്തനം ശക്തിയായി തക്ക സമയത്ത് അതിൻ്റെ വാർത്തകളും എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ പ്രഥമ ദൃഷ്ടി എന്ന് പറയാം. മലബാർ സുന്നി ഓൺലൈൻ അതിൻ്റെ ഏറ്റവും സ്വാഗതാർഹമായ സ്ഥാനം അതിൽ പ്രവർത്തിക്കുന്നതിൽ ഇന്നത്തെ ആധുനിക ശാസ്ത്രീയ സാങ്കേതിക വിദ്യകൾ വെച്ച് നോക്കുമ്പോൾ മലബാർ സുന്നി ഓൺലൈൻ അതിൻ്റെ 1ാം സ്ഥാനത്താണ് എന്നതിൻ്റെ ചെയർമാനായ എനിക്ക് അഭിപ്രായപ്പെടാൻ 2 മാർഗങ്ങളൊന്നും ചിന്തിക്കേണ്ടില്ല. ഒറ്റ മാർഗം തന്നെ അനുഭവജ്ഞാനം. കഴിഞ്ഞ കാലത്തും ഇനി വരാൻ പോകുന്ന കാലത്തും അഹ്ലുസുന്നത്തുൽ ജമാഅത്തിനും അതിൻ്റെ നേതൃത്വത്തിനെയും അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ ഞങ്ങൾ പ്രവർത്തിക്കും എക്കാലത്തും എന്ന് ഇതിൻ്റെ ഭാരവാഹികൾ അതുപോലെ ഇതിൻ്റെ മുഹിബീങ്ങൾ, പ്രവർത്തകന്മാർ ലോകത്തിനെ ഞാൻ ഈ പരിശുദ്ധ മക്കയിൽ നിന്ന് കഅബ ഷരീഫിൻ്റെ നദാഫ ശുദ്ധീകരണ കഴുകൽ വിഷയത്തിൽ പങ്കെടുത്തുകൊണ്ട് ഞാനിവിടെ സ്ഥലത്തെത്തി. ഏതാനും എൻ്റെ സുഹൃത്തുക്കളോടൊന്നിച്ച് ചെറിയ നിരക്കുള്ള ഭക്ഷണവും കഴിച്ച് വിശ്രമത്തിലാണ്. ഇനി മുത്തുനബിയുടെ ജന്മം പ്രസവിക്കപ്പെട്ടതായിരിക്കുന്ന ആ ഭവനത്തിൽ നിസ്കരിക്കാൻ ഉദ്ദേശമുണ്ട്. അങ്ങോട്ട് ചില സഹായഹസ്തങ്ങൾ പട്ടാളത്തിൻ്റെ അല്ലെങ്കിൽ ഉന്നതരായ ഒരു ഉദ്യോഗസ്ഥന്മാരുടെ അങ്ങനെയുള്ള സഹായത്തോടുകൂടി 9 മണിക്ക് നിർവഹിക്കാൻ വേണ്ടി പുറപ്പെടുന്ന വാക്കുകൊളിച്ചിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി
സുന്നത്ത് ജമാഅത്തിന് ശക്തി പകർന്ന നിലക്കുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസയും പരിശുദ്ധ ഹറം ഷരീഫിൽ വെച്ചുകൊണ്ട് വാക്കുവെച്ചിരിക്കുന്നു. എല്ലാ നിലക്കുള്ള ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. അല്ലാഹു നമ്മൾ ഖൈറായ ഉത്തമ വിഭാഗത്തിൽ ഉമ്മത്തുകളെ നമ്മൾ പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. ഇന്നലെ ഉച്ചക്ക് സൂര്യൻ വിശുദ്ധ കഅബാലയത്തിന് നേരെ മുകളിൽ ജ്വലിച്ചു നിന്നു. ഒരു നിമിഷം കഅബാലയത്തിന്റെ നിഴലുകൾ അപ്രത്യക്ഷമായി. വാനശാസ്ത്രജ്ഞർ സീറോ ഷാഡോ എന്ന് വിളിക്കുന്ന ഈ പ്രതിഭാസം ഇന്നലെ ഉച്ചക്ക് 12:18 അനുഭവപ്പെട്ടത്. വർഷത്തിൽ 2 തവണയാണ് വിശുദ്ധ കഅബാലയത്തിന് നേരെ മുകളിലായി സൂര്യൻ വരുന്നത്. ഭൂമധ്യരേഖയ്ക്കും 23.5 ഡിഗ്രി ചെരിഞ്ഞ് ഉത്തരായന രേഖയ്ക്കും മധ്യത്തിലാണ് കഅബാലയത്തിന്റെ സ്ഥാനം. വിശുദ്ധ കഅബാലയത്തിന് അനാദരവ് കാണിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ശിക്ഷാ നടപടി. കഅബാലയത്തിന് സമീപത്ത് തിരക്ക് നിയന്ത്രിക്കുന്നതിനിടെ ഹജറുൽ അസ്വദ് സ്ഥിതി ചെയ്യുന്നതിന് സമീപം ഷൂ ചവിട്ടി നിന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെയാണ് നടപടി. സംഭവത്തിൽ അന്വേഷണം നടത്തി നടപടിയെടുക്കാൻ മക്ക ഗവർണർ പ്രിൻസ് മിഷാൽ ബിൻ അബ്ദുള്ള മേഖലാ പോലീസ് മേധാവി മേജർ ജനറൽ അബ്ദുൽ അസീസ് അൽ സൂലിക്ക് നിർദ്ദേശം നൽകി. ഇയാൾ കഅബാലയത്തെ ചവിട്ടി നിൽക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. വിശുദ്ധ കഅബാലയത്തിന് സമീപം സുരക്ഷാ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് കഅബാലയത്തിന്റെ പരിശുദ്ധിയും ബഹുമാനവും വ്യക്തമാക്കുന്ന ബോധവൽക്കരണ ക്ലാസ് നൽകാനും ഗവർണർ നിർദ്ദേശിച്ചു. പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ നടത്തിവരുന്ന പണ്ഡിത ദർസുകളുടെ 7ാം വാർഷികത്തിന്റെ ഭാഗമായി നടത്തുന്ന ചരിത്ര ഗവേഷണ യാത്ര നാളെ രാവിലെ 6 മണിക്ക് ഒതുക്കുങ്ങൽ OK ഉസ്താദിന്റെ മഖാമിൽ നിന്ന് തുടങ്ങും. പൊന്മള ഉസ്താദിന്റെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന യാത്രയിൽ പ്രമുഖരായ പണ്ഡിതർ പങ്കെടുക്കും. സമസ്തയുടെ രൂപവൽക്കരണത്തിനും തുടർന്ന് നിരവധി വർഷം സമസ്തയ്ക്ക് നേതൃത്വം നൽകിയ മർഹൂം വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ, മമ്പുറം തങ്ങൾ, പരപ്പനങ്ങാടി, കടലുണ്ടി, വാഴക്കാട്, പറമ്പിൽ ബസാർ, കാപ്പാട്, നാദാപുരം, ചാലിയം, പെരിങ്ങത്തൂർ എന്നീ ചരിത്ര സ്മാരകങ്ങളും സന്ദർശിച്ച് 1ാം ദിവസത്തെ യാത്ര ചൊക്ലിയിൽ സമാപിക്കും. 2ാം ദിവസത്തെ പര്യടനം മോന്താൽ, കുഞ്ഞിപ്പള്ളി, കണ്ണൂർ, വളപട്ടണം, പാപ്പിനിശ്ശേരി എന്നിവിടങ്ങളിലെ സന്ദർശന ശേഷം താജുലുലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരിയുടെ മഖബറയിൽ സമാപിക്കും. ആദർശം, ആത്മീയം, ചരിത്രം, സംസ്കാരം, കർമ്മം എന്നീ സെഷനുകളിലായി ചർച്ചയും സംവാദവും നടക്കുന്ന യാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ പ്രമുഖരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. സുന്നി ബാലസംഘം കൂട്ടുകാർക്ക് വേണ്ടി SSF നൽകുന്ന എജു ഹെൽപ്പ് നോട്ട്ബുക്ക് SSF സംസ്ഥാന പ്രസിഡന്റ് വി അബ്ദുൽ ജലീൽ സഖാഫി കുരിയാട് അഹമ്മദ് ഹാജിക്ക് നൽകി പ്രകാശനം ചെയ്തു. വിദ്യാർത്ഥികളെ പഠനത്തിൽ സഹായിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നോട്ട്ബുക്ക് നൽകുന്നത്. യൂണിറ്റുകളിൽ നടക്കുന്ന എജു ഹെൽപ്പ് പ്രോഗ്രാമുകളിലാണ് പഠനോപകരണങ്ങളും വിദ്യാഭ്യാസ സഹായങ്ങളും നൽകുന്നത്. എജു ഹെൽപ്പ് നോട്ട്ബുക്ക് മലപ്പുറം സ്റ്റുഡൻസ് സെന്ററിലും ഡിവിഷൻ ഓഫീസുകളിൽ നിന്നും ലഭിക്കും. നോട്ട്ബുക്ക് പ്രകാശന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് A ശിഹാബുദ്ദീൻ സഖാഫി, PK മുഹമ്മദ് ഷാഫി, M ദുൽഫുക്കാർ അലി സഖാഫി, മുർത്തല സഖാഫി തുടങ്ങി പ്രമുഖർ സംബന്ധിച്ചു. കോഴിക്കോട് സഹായവാദി സലാം വളണ്ടിയേഴ്സ് മീറ്റ് നാളെ മെഡിക്കൽ കോളേജ് മസ്ജിദ് ഓഡിറ്റോറിയത്തിൽ നടക്കും. യൂണിറ്റുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സാന്ത്വന വളണ്ടിയർമാരും സഹായവാദി സലാം വളണ്ടിയർമാരും പങ്കെടുക്കും. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ മുരളീധരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് മുഹമ്മദ് തുറാബത്തുങ്ങൾ, CH റഹ്മത്തുള്ള സഖാഫി, TK അബ്ദുറഹ്മാൻ ബാക്കവി മടവൂർ, K അബ്ദുള്ള സൈദി, KA നാസർ ചെറുവാടി നേതൃത്വം നൽകും. മുഴുവൻ വളണ്ടിയർമാരും 2 മണിക്ക് സഹായ ഓഫീസിൽ എത്തിച്ചേരണമെന്ന് സെക്രട്ടറി അറിയിച്ചു. റജബ് 29 ഇന്ന് ഷഅബാൻ മാസപ്പിറവി കാണുന്നവർ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ അറിയിക്കണമെന്ന് കോഴിക്കോട്, വയനാട്, മലപ്പുറം, കണ്ണൂർ, പാലക്കാട്, തൃശൂർ ജില്ലാ സംയുക്ത മഹല്ല് ജമാഅത്ത് ഖാദിമാരായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, KP ഹംസ മുസ്ലിയാർ, N അലി മുസ്ലിയാർ, സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, ബേപ്പൂർ ഖാദി PT അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്നിവർ അറിയിച്ചു. അറിയിക്കേണ്ട നമ്പറുകൾ 049527715370, 0493620385. ഇമ്പിച്ചാലി മുസ്ലിയാർ ഇസ്ലാമിക് ദഅ്വാ സെന്റർ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് വെണ്ണക്കോട് ആലിന്തറയിൽ നടന്നു. പൊതുസമ്മേളനത്തിൽ സെന്ററിന് കീഴിൽ 250 നിർധന കുടുംബങ്ങളിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ കിറ്റ് വിതരണവും സാംസ്കാരിക സമ്മേളനവും നടന്നു. സെന്ററിന്റെ ഉദ്ഘാടനം സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങൾ കൊയിലാട്ട് നിർവഹിച്ചു. ബഷീർ ഫൈസി വെണ്ണക്കോട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. IMIDC ചെയർമാൻ AK സിദ്ദീഖ് സഖാഫി മുഖ്യപ്രഭാഷണം നടത്തി. KC മുഹമ്മദ് മുസ്ലിയാർ, PC അബ്ദുറഹ്മാൻ സഖാഫി, അബ്ദുൽ ഖാദർ മുസ്ലിയാർ ചെറുപ്പ തുടങ്ങി പ്രമുഖർ സംബന്ധിച്ചു. തീരദേശത്തെ മതബോധിക വിദ്യാഭ്യാസ സ്വാതന്ത്ര്യ കേന്ദ്രമായി തളിക്കുളം സ്നേഹതീരം റോഡിൽ കൈതക്കലിൽ ദാറുൽ മുസ്തഫ ഇസ്ലാമിക് അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങി. ഇന്നലെ വൈകിട്ട് 7-ന് തൃശൂർ ജില്ലാ സംയുക്ത ഖാദി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സമൂഹത്തിന്റെ സമുദ്ധാരണത്തിന് മതബോധിക കലാലയങ്ങൾ അനിവാര്യമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സമാപന സമ്മേളനം SYS സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. കോട്ടൂർ കുഞ്ഞമ്മദ് മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. സമസ്ത സെക്രട്ടറി കാന്തപുരം
AP മുഹമ്മദ് മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തി. സുന്നി സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ 2.5 കോടി രൂപയുടെ പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഹിഫ്ലുൽ ഖുർആൻ കോളേജും ദഅ്വാ കോളേജുമാണ് ഇന്നലെ പ്രവർത്തനം ആരംഭിച്ചത്. കൈതക്കലിൽ 1.5 ഹെക്ടർ സ്ഥലത്താണ് പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരുന്നത്. സൗജന്യ ട്യൂഷൻ സെന്ററും സാന്ത്വന പ്രവർത്തനങ്ങളും ഈ അധ്യയന വർഷം ആരംഭിക്കുമെന്ന് ജനറൽ സെക്രട്ടറി ഹാഫിൽ സ്വാദിഖ് അലി അൽ ഫാദിലി അറിയിച്ചു. ലോഗോ പ്രകാശനം സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖി നിർവഹിച്ചു. വെബ്സൈറ്റ് ഉദ്ഘാടനം MK ഹസൻ നിർവഹിച്ചു. താഴെപ്ര മൊയ്തീൻകുട്ടി മുസ്ലിയാർ, PK ബാവദാരിമി, മാടവന ഇബ്രാഹിംകുട്ടി മുസ്ലിയാർ, തൊഴിയൂർ കുഞ്ഞു മുഹമ്മദ് സഖാഫി പ്രസംഗിച്ചു. മദ്ഹൂർ റസൂൽ സംഗമം PMS തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നാദാപുരം ഇരിങ്ങണ്ണൂർ മുടവന്തരിയിൽ സുന്നി പ്രവർത്തകർക്ക് നേരെ വീണ്ടും ആക്രമണം. ചുണ്ടയിൽ മുഹ്സിൻ, പറോളതിൽ നിസാദ് എന്നിവരെയാണ് ഒരു സംഘം ആക്രമിച്ചത്. അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി തിരിച്ചു വരുമ്പോൾ മഠത്തിൽ മുഹമ്മദിനു നേരെയും ആക്രമണമുണ്ടായി. മുഹ്സിൻ ബൈക്കിൽ സഞ്ചരിക്കവേ കാറിലെത്തിയ സംഘമാണ് ആക്രമിച്ചത്. കാർ നാദാപുരം പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ തുണ്ടിയില ഇർഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നാദാപുരം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഇയാളെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. ICF ബഹ്റൈൻ നാഷണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സാഹിത്യോത്സവ 2014 1ാം ഘട്ടം അറാദ് ജമിയത്തുൽ ഇസ്ലാമിയ ഓഡിറ്റോറിയത്തിൽ നാളെ വൈകുന്നേരം 3 മണിക്ക് ആരംഭിക്കുമെന്ന് സമിതി ചെയർമാൻ അബ്ദുൽ ഹക്കീം സഖാഫി കിനാലൂരും ജനറൽ കൺവീനർ KP മുസ്തഫ ഹാജിയും അറിയിച്ചു. പ്രമുഖ ബഹ്റൈനി പണ്ഡിതൻ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് അൽ മഹമൂദ് ഉദ്ഘാടനം ചെയ്യും. ബഹ്റൈനിലെ 11 കേന്ദ്രങ്ങളിൽ പ്രവർത്തിച്ചുവരുന്ന മജ്മഉ തഅലീമുൽ ഖുർആൻ മദ്രസകളിൽ നിന്നും മികവടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 400ഓളം വിദ്യാർത്ഥിനികൾ വിവിധ ഇനങ്ങളിൽ മാറ്റുരയ്ക്കും. സബ് ജൂനിയർ വിഭാഗത്തിൽ കഥ പറയൽ, കളറിംഗ്, ജൂനിയർ വിഭാഗത്തിൽ കളറിംഗ്, കഴിയെഴുത്ത്, പദച്ചങ്ങല, ക്വിസ്, മലയാള പ്രസംഗം, അറബി ഗാനം, ജനറൽ വിഭാഗത്തിൽ പ്രബന്ധരചന, പോസ്റ്റർ രചന, സ്പോർട് മാഗസിൻ, മലയാള ഗാനം എന്നിവയാണ് നാളത്തെ പ്രധാന മത്സര ഇനങ്ങൾ. 2ാം ഘട്ട മത്സരങ്ങളും അവാർഡ് ദാനവും ജൂൺ 6 വെള്ളിയാഴ്ച ഇതേ ഹാളിൽ നടക്കും. അവസാനമായി പ്രധാന വാർത്തകൾ. വിശുദ്ധ കഅബ കഴുകൽ ചടങ്ങ് പൂർത്തിയായി. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സയ്യിദ് യൂസുഫുൽ ബുഖാരി വൈലത്തൂർ പങ്കെടുത്തു. വൈലത്തൂർ തങ്ങൾക്ക് നാളെ ജിദ്ദയിൽ KMICയുടെ ആദരം. പണ്ഡിത ദർസിന്റെ 7ാം വാർഷികം ചരിത്ര ഗവേഷണ യാത്ര നാളെ തുടങ്ങും. നാദാപുരം മുടവന്തേരിയിൽ സുന്നി പ്രവർത്തകർക്ക് നേരെ വീണ്ടും ആക്രമണം. വിവാദങ്ങൾ ഒഴിവാക്കാൻ മന്ത്രിമാർക്ക് മോദിയുടെ നിർദ്ദേശങ്ങൾ. നയങ്ങളിൽ ഉറച്ചുനിൽക്കും, ബ്യൂറോക്രസിയെ ശക്തിപ്പെടുത്തും മോദി. ടീം മോഡി താക്കോൽ പദവികളിൽ അമേരിക്കൻ പക്ഷാരോപിതരും ഗുജറാത്ത് സർക്കാരിന്റെ ഇഷ്ടക്കാരും. തന്നെ വിലയിരുത്തേണ്ടത് വിദ്യാഭ്യാസത്തിന്റെ പേരിലല്ല, പ്രവൃത്തിയുടെ പേരിലാണെന്ന് സ്മൃതി ഇറാനി. KMICയിൽ ഇനി വഹാബ് സഖാഫി മമ്പാടിന്റെയും ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമി കൊല്ലത്തിന്റെയും പ്രഭാഷണം തത്സമയം ശ്രവിക്കാം. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകൾ KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം KMICnewstime@gmail.com. KMICയിൽ നടക്കുന്ന ക്ലാസുകൾ വീണ്ടും കേൾക്കാൻ സന്ദർശിക്കുക www.sunnyonlineclass.com, www.sunnyonlinenews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.